ഗൈസ്, ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്നതിൻ്റെ എല്ലാ പോരായ്മകളും ഇതിനുണ്ടാവും. അപ്പോൾ എല്ലാവരും തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മളെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? ഹരിതീർത്ഥക്കട വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ ചൂരൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് നമ്മുടെ നാട്ടിലുള്ള വെള്ളച്ചാട്ടം. ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട്, പക്ഷെ ഇത്തവണ പോകുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോവാം. ഈ വരുന്നതാണ് നമുക്ക് പോകാനുള്ള നമ്മുടെ സ്വന്തം രഥം. ഇദ്ദേഹമാണ് നമ്മുടെ സാരഥി. ഞങ്ങളിപ്പോൾ പോകുന്നത് ശരിയായ റോഡിലെ കൂടിയല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡും അത്ര നല്ലതൊന്നുമല്ല. വണ്ടിക്കകത്തിരുന്ന് കുലുങ്ങി ഒരേ ഡാൻസ് ആയിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നത് ഒരു ഫാമാണ്. അവിടുത്തെയാണ് ഈ താറാവുകളെല്ലാം. അങ്ങനെ നമ്മൾ എത്തിപ്പോയി. ഈ സൈഡിൽ കാണുന്ന കുളം കണ്ടോ? കുഞ്ഞാപ്പ് വിചാരിച്ചു അതാണ് വെള്ളച്ചാട്ടം. എന്നിട്ട് അവൻ പറയാണ് എനിക്കിതിൽ നീന്താൻ പറ്റൂല, അതിന് നല്ല ആഴമുണ്ടെന്ന്. അതിൻ്റെ സൈഡിലായിട്ട് ഇതാ കുറേ മുയലും കുഞ്ഞുങ്ങളുണ്ട്. ഇതും ആ ഫാമിലിയാണ്. അതുങ്ങളെ കളി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഒന്നിൻ്റെ പുറകെ ഒന്നിങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാപ്പ് അപ്പം തന്നെ പറയുന്നുണ്ട് എനിക്കതിനൊന്ന് മേടിച്ച് തരണമെന്ന്. ഇതിപ്പം വെള്ളച്ചാട്ടം കാണാനാണോ വന്നത് അതോ ഫാം കാണാനാണോ വന്നതെന്ന് സംശയം ഉണ്ടാവും അല്ലേ. അതിൻ്റെ സൈഡിൽ തന്നെയുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുളത്തിൽ ഇത് താറാക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീന്തി തുടിച്ച് രസിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതാണ് ഈ ഫാമിലത്തെ മെയിനായിട്ടുള്ള ആൾക്കാർ. ഇനി ഇവിടെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയത്തില്ലെങ്കിലും കാഴ്ചയിലെല്ലാത്തിനും ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്തതൊന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. പശുവുണ്ട്, ആടുണ്ട്, കോഴി, താറാവ്, മുയൽ, കുതിരേനെ കാണിച്ചു തരാം കേട്ടോ. ഇദ്ദേഹമാണ് ഇവിടുത്തെ കുതിരച്ചാല്. എന്നെ നോട്ടം കണ്ടിട്ട് ഞാനെന്തോ ചെയ്ത പോലെ ഉണ്ടല്ലോ. ഇദ്ദേഹമാണ് നമ്മുടെ ജിജീഷേട്ടൻ്റെയാണ് ഈ ഫാം. മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആളാണ് കേട്ടോ ജിജീഷേട്ടൻ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് വാട്ടർഫോൾസ് എന്ന് എഴുതിയിട്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. തിരിച്ചു പോരാനായപ്പോഴേക്കും ആളുകൾ വന്ന് ഇറങ്ങാൻ സ്ഥലമില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സ്ഥലമില്ലാത്ത പോലെ ആളുകളായിരുന്നു. വെള്ളച്ചാട്ടത്തിലെത്തിയതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഗൈസ് ഈ കാണുന്നത്. അങ്ങനെ അച്ഛനും മക്കളും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പോവാണ്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനും നനയാനും താല്പര്യമില്ലാത്തവർക്ക് ഇരിക്കാനായിട്ട് ചെറിയൊരു ഷെഡും ഉണ്ട് സൈഡിൽ. നടന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടെ കൊണ്ടുപോകുന്നു മനസ്സിലാക്കിയതുകൊണ്ട് ബസ് ഇരുന്ന് നിറങ്ങാനുള്ള പരിപാടിയാണ് ഗൈസ്. അതിന് തൊട്ട് പുറകെ ഒരു ഫാമിലി, നമ്മൾ 4 പേര് ഒറ്റക്കെട്ടായി അപ്പുറത്ത് കടന്നിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? ഇനി ഇതിൻ്റെ സൈഡിലെ കൂടെ മുകളിലേക്ക് ഒരു വഴിയുണ്ട്. അതിലെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്താൻ പറ്റും.
ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വീഴുന്നതിൻ്റെ അടിഭാഗത്തായിട്ട് ആ പാറയുടെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ ആളുകളൊക്കെ കയറി ഇരിക്കാറുണ്ട്. എന്തായിരുന്നു എൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അതാ അതിനുള്ളിലേക്ക് അപ്രത്യക്ഷമാവുന്നു. അതാ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ അതിനുള്ളിൽ ആൾക്കാർ നിൽക്കുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പിന്നെ ഈ വക സാഹസത്തിനൊന്നും മുതിരാറില്ല. കുറച്ച് പേടിയും ഭയമൊക്കെ ഉള്ള കൂട്ടത്തിലാണേ. അല്ല, ഇതിനുള്ളിൽ നിന്ന് എപ്പോൾ പുറത്ത് വന്നു എന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. എൻ്റെ കണ്ണ് തെറ്റിയ സമയത്തേക്ക് പുറത്ത് വന്നു. ഇതാരാണ് ഈ പാറയിടക്കുകൾ കയറി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്? ബാഹുബലിയോ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇതെന്തും മറിമായും. പാറക്കല്ലുകളും വെള്ളച്ചാട്ടങ്ങളും താണ്ടി എങ്ങോട്ടാണാവോ ഈ പോക്ക്? അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പുറകെ വെച്ച് പിടിച്ചാലോ? ഇതുവഴി പോകാനാവില്ല, റൂട്ട് മാറ്റി വിടാം. നമ്മുടെ റൂട്ട് ഇതാണ് ഗൈസ്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നല്ല ശാന്തമായി ഒഴുകുന്ന ഒരു തോടാണ് കേട്ടോ. ഇത് കാണാൻ പാറയിടക്കളൊക്കെ കയറി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. മല കയറിപ്പോയ ആളെ കണ്ടു കിട്ടിയതും പിന്നെ ഒട്ടും വൈകിയില്ല. ഞാനും ഇറങ്ങി വെള്ളത്തിലേക്ക്. ശാന്തമായി ഒഴുകുന്ന വെള്ളത്തിൽ കുറച്ച് സമയം എൻജോയ് ചെയ്ത ശേഷം വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. കുഞ്ഞാപ്പൂന് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ചെറിയ ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അച്ഛൻ്റെ കയ്യിലാണല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു ആശാന്. തണുക്കുന്നച്ചാ വിറയ്ക്കുന്നച്ചാ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ അടുത്ത് ഇരിക്കുകയും വേണം. കുത്തിയൊലിച്ച് പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിലെ റോഡിൽ വണ്ടി പോകുന്നത് കാണാം കേട്ടോ. സമയം കഴിയുന്നതോറും ആളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട്. അതിനുശേഷം ഞങ്ങൾ താഴേക്ക് തന്നെ ഇറങ്ങി തുടങ്ങി കേട്ടോ. വസൂട്ടൻ ഏതായാലും ഞങ്ങളുടെ കൂടെ മുകളിലേക്ക് വരാൻ നിന്നില്ല. അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടതുകൊണ്ട് അവൻ അവരുടെ കൂടെ താഴെ തന്നെ കളിയായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ ചെലവഴിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് കയറി. വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയ ചായക്കടയുണ്ട്. വെള്ളത്തിൽ കളിച്ച് തണുത്ത് വരച്ച് കയറി വരുമ്പോൾ നല്ല ചൂട് ചായ കിട്ടി അങ്ങനെ ഇരിക്കും. അടിപൊളിയായിരിക്കില്ലേ? അവിടെ ചൂട് ചായയും പഴംപൊരിയും കഴിച്ചു നമ്മൾ അവിടെ നിന്ന്. ഇദ്ദേഹം എന്താ ഇവിടെ നാക്ഷം കാണിക്കുന്നത് അറിയോ? ഇത്ര വലിപ്പമുള്ള പഴംപൊരി വേണമെന്നാണ് അച്ഛനോട് പറയുന്നത്. പഴംപൊരി കുഞ്ഞാപ്പൻ്റെ ഫേവറേറ്റ് സാധനമാണ്. എത്രയുള്ള പഴംപൊരി? എത്രയുള്ള പഴംപൊരിയാ? പിന്നെ അവിടെ പഴംപൊരി മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തലേ ദിവസം വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ അവർ റെഡിയാക്കുള്ളൂ എന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. തിരിച്ച് വന്നത് ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ തന്നെയായിരുന്നു വന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? എല്ലാവർക്കും ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. മരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ പെറ്റുപെരുകണ പൊന്മയിൽ പിലിയോ ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട്